നമസ്കാരം. അരുൺകുമാറിന്റെ രക്തത്തിന് വേണ്ടി ചിലർ തിളച്ചു മറിയുകയാണ്. എന്തൊരു തെറിവിളി, എന്തൊരു അധിക്ഷേപം! ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചു എന്നാണ് മുറവിളിക്കാർ ഉയർത്തിക്കാട്ടുന്ന പ്രധാന കാര്യം. ഉമ്മൻചാണ്ടി എന്നൊരു വാക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പുണ്യാളൻ എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണെന്ന് ഇപ്പോഴാണ് ഒരു പുതിയ അറിവ്. ആരും ആരെയും പുണ്യാളനാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസുകാരെല്ലാം നിരന്നു നിന്ന് തെറി വിളിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പൊള്ളുമെങ്കിലും അതിനെ തെറി കൊണ്ട് അങ്ങ് മൂടിക്കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക, ഈ കോട്ടയം കുഞ്ഞച്ചൻ നമ്പറൊക്കെ പഴയ കാലത്ത് ഓടുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇത് ആരും വകവയ്ക്കാൻ പോകുന്നില്ല. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ മോർണിംഗ് ഷോയിൽ അരുൺകുമാർ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നാട് കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് വിഷയത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം ആ റിപ്പോർട്ടിംഗ് സന്ദർഭത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ വിവരിച്ചു വെച്ചു. അതാണ് പൊള്ളലേൽക്കാൻ കാര്യം. അതായത് ഒരു സൈഡിൽ കൃത്രിമമായിട്ട് മാധ്യമ സ്വാധീനം ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത ഒന്നിനെ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടി പൊളിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത വിറളിപിടുത്തം ഉണ്ടല്ലോ, അതിന് അരുൺകുമാർ പറഞ്ഞു വെച്ച മറുപടിയാണ്. ഒളിച്ചോടിയില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന വാക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും എന്തുകൊണ്ട് ആ വാക്ക് കോട്ട് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി. ഇവിടെയൊക്കെ പിന്നിലേക്ക് മണിക്കൂറുകൾ നടന്ന് കിലോമീറ്ററുകൾ നടന്നാണ് ആ ദൃശ്യങ്ങൾ ബുദ്ധിമുട്ടി അവർ പകർത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ പറയുന്നു, എന്താണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചിരുന്നില്ല. ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ അയച്ചു തന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ആ പോസ്റ്റിലെ ചില വരികൾ ഉദ്ധരിക്കുകയായിരുന്നു. അത് ഉദ്ധരിക്കുന്ന സമയത്ത് തികച്ചും ഭൗതികവാദിയായ VS അച്യുതാനന്ദന് ഈശ്വരവിശ്വാസം ഉണ്ടോ എന്നൊരു ചോദ്യം പൽക്കാലത്ത് ചോദിച്ചിരുന്നു. അന്ന് VS അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞു. അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു അനാഥ ബാല്യത്തിലാണ് പിന്നീട് ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് എന്ന് പറഞ്ഞ ഒരു VS ഉണ്ടായിരുന്നു. തികഞ്ഞ ഭൗതികവാദിയായിരുന്ന VS ചുടുകാട്ടിൽ ഇരിഞ്ഞമരുമ്പോൾ VSന് വേണ്ടി ഏതെങ്കിലും ക്ഷേത്രങ്ങളോ പള്ളികളോ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ VS ജീവിച്ചിരുന്നപ്പോഴാണ് VS എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ നമ്മൾ ഹൃദയത്തിലെടുത്തത്. ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയാണ്. ജീവിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും ജനകീയനായ നേതാവായിരുന്നില്ലേ? കോൺഗ്രസിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട നേതാവായിരുന്നില്ലേ? ജീവിച്ചിരിക്കുന്ന വേളയിൽ പോലും അത്രമേൽ ജനങ്ങളെ ചേർത്തുപിടിച്ച നേതാവാണ്. പക്ഷേ മരണശേഷം ഒരു നേതാവിന്റെ ഭക്തരായി തീരാനല്ല, ആ നേതാവ് നമ്മളിൽ കൊളുത്തിയ ആശയങ്ങൾ മുറുകെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പറഞ്ഞത് മറ്റാരുമല്ല, അത് അംബേദ്കറാണ്. രാഷ്ട്രീയത്തിൽ ആരാധന എന്നുള്ളത്, ഭക്തി എന്നുള്ളത് അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി നമുക്കൊക്കെ ജീവിക്കുന്ന കോൺഗ്രസുകാർക്ക് ഒരു പ്രചോദനമല്ലേ? എല്ലാ നേതാക്കൾക്കും ഒരു പ്രചോദനമല്ലേ? കാര്യത്തിൽ ആർക്കാ സംശയം? പക്ഷെ അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതോ അതൊരു ഭക്തിയായി മാറുന്നതിനോ പിന്നിൽ അതൊരു അടിമത്തമാണ് എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. ആ നിലപാടാണ് എനിക്കുള്ളത്. അത് തുറന്നു പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? തീർച്ചയായിട്ടും അങ്ങനെ തിരിച്ചും വിശ്വാസികളായ മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. ആ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തികച്ചും ഭൗതികവാദിയായ VSനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, മറ്റു നേതാക്കളെ കുറിച്ചല്ല. മാത്രവുമല്ല, VS ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ആ പ്രകാശം തിരി ഇങ്ങനെ കെടാതെ സൂക്ഷിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും അങ്ങനെ ഹൃദയത്തിനുള്ളിലാണല്ലോ ആ പ്രകാശം നമ്മൾ കൊളുത്തി. ഉമ്മൻചാണ്ടി എന്താണോ നമ്മളോട് ചെയ്തത്, ആ നന്മകളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഭക്തിയും ഒരർത്ഥത്തിൽ അംബേദ്കറിന്റെ വാക്കുകൾ പറഞ്ഞാൽ, നെഹ്റുവിന്റെ വാക്കുകൾ കടമെടുത്താൽ അത് ജനാധിപത്യത്തിൽ അടിമത്തത്തെയാണ് സൂചിപ്പിക്കുക. അങ്ങനെയല്ല ആകേണ്ടത്. അതുകൊണ്ടാണ് നേതാക്കൾ മരണം കൊണ്ടവർ വിശുദ്ധരാവുകയോ മരണം കൊണ്ടവർ പാപികളാവുകയോ ചെയ്യുന്നില്ല. അവരുടെ ജീവിതം കൊണ്ടാണ് അവർ വിശുദ്ധരാവുകയും അവർ പാപികളാവുകയും ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയും അങ്ങനെ ജനനന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്ന് ആർക്കാണ് സംശയമുള്ളത്? അതിനകത്ത് ഒരു സംശയമുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങളാണ് പ്രതിഫലിക്കുക. 55 മണിക്കൂർ VSനെ ഓർമ്മിക്കുന്നു എന്നുള്ളതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാര്യം VSനെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും നമുക്ക് കൃത്യമായ ബഹുമാനം തന്നെയാണുള്ളത്. അതിനകത്ത് ആർക്ക് എന്താ സംശയം? മണിക്കൂറുകൾ അവർ മാറ്റിവെക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ആർജവം കൈവരുന്നത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നമ്മൾ പിന്നോട്ട് പോവില്ല. അതങ്ങനെ തന്നെയാണ് ആ നിലപാട് മുന്നോട്ട്. ചില കാര്യങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച കാര്യങ്ങളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ മരിച്ചതിന് ശേഷം മെഴുകുതിരി കത്തിക്കുന്നു, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ മരിച്ചതിന് ശേഷം ആ വ്യക്തിയെ ദൈവിക പരിവേഷം കൊടുത്ത് ആരാധിക്കുക, അതൊന്നും പാടില്ല എന്നൊന്നും പറയുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതേ കാലഘട്ടത്തിൽ നിൽക്കുന്ന അതിനേക്കാൾ തലപ്പൊക്കമുള്ള രണ്ട് പരിതസ്ഥിതിയിൽ വളർന്ന സമരമായ ജീവിതത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെ സംബന്ധിച്ചും അദ്ദേഹം കടന്നു പോകുമ്പോൾ ഈ നാട്ടിൽ പുണ്യാളന്മാരായി ആരും കാണാൻ പോകുന്നില്ല, അദ്ദേഹത്തെ അങ്ങനെ ആരാധിക്കാനും പോകുന്നില്ല എന്നുള്ള പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ ചിലർക്കത് പൊള്ളുന്നുണ്ടെങ്കിൽ അവർ അതിലെന്തൊക്കെയോ ഇല്ലാത്തത് കുത്തി നിറച്ചിരിക്കുന്നു എന്ന് വേണം ബോധ്യപ്പെടാനായിട്ട്. അതുകൊണ്ടാണ് അരുൺകുമാർ ശരിയായ സന്ദർഭത്തിൽ ശരിയായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ വല്ലാത്ത ഹാലിളക്കം ഒരു സൈഡിൽ ഉണ്ടാകുന്നത്. എന്തായാലും
VS-ന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് അരുൺകുമാറും റിപ്പോർട്ടർ ചാനലും സ്വീകരിച്ച നിലപാടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. VS-ന്റെ ജീവിതത്തെക്കുറിച്ചും VS എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു എന്നും അദ്ദേഹം കടന്നു വന്ന പാതകളെക്കുറിച്ചും ആ ജീവിതം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിന്റെ 5 തലമുറയ്ക്ക് ഇപ്പോൾ നിൽക്കുമ്പോഴും ആ ഒരു രണ്ടക്ഷരം വലിയ വികാരമായി മാറാനുള്ള കാര്യവും അദ്ദേഹം ഉയർത്തിയ ആശയം ഈ ലോകമുള്ളിടത്തോളം കാലം അവശേഷിക്കേണ്ടതുണ്ട്, അത് ഒരു തിരുനാളമായി കെടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ച് വെച്ചപ്പോൾ ഇന്നലകളിൽ ഉണ്ടാക്കിയ ചില സൃഷ്ടികൾ തകർന്നുപോയി എന്ന് ചിലർക്ക് സ്വയം കുറ്റബോധം ഉണ്ടാവുകയാണ്. ആ കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം പറഞ്ഞവരെ തെറിവിളിച്ച് നിശബ്ദമാക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ വെറും വ്യാമോഹം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? അതൊന്നും നടക്കണ കേസല്ലെന്നേ. നിങ്ങൾ സ്റ്റാൻഡ് വിട്ടു പൊയ്ക്കോളൂ. പറയേണ്ടത് പറയേണ്ട സന്ദർഭത്തിൽ തന്നെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാര്യം അത് നാളെയുടെ ആവശ്യമാണ്, ഇന്നിന്റെ നിലനിൽപ്പാണ്. അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യക്തി അവരോട് ചെയ്യുന്ന അനീതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വന്തം പ്രൊഫഷനിൽ നിന്നുകൊണ്ട് അരുൺകുമാർ ഈ നാടിനോട് നീതിയുക്തമായ പ്രവർത്തനം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്.